ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും റിനുസ് ഡയറിയുടെ പുതുവത്സരാശംസകൾ. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ മധുരം വെച്ച് തുടങ്ങാൻ കരുതി. അപ്പോൾ ഒരു കുഞ്ഞു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കുക്ക് ചെയ്തെടുക്കാനൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യുക, ഷേപ്പ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. വെറൈറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഓറിയോ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ചൊരു മെഷർമെൻ്റ് ഒന്നുമില്ല. നമ്മൾക്ക് എത്രയാണോ ഇത് തയ്യാറാക്കേണ്ടത് അത്ര അളവിലെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഈ ബിസ്ക്കറ്റ് വേറെയും ഇതിൻ്റെ ഉള്ളിലുള്ള ക്രീം വേറെ ആക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് പോർഷൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, ബിസ്ക്കറ്റ് വേറൊരു പാത്രത്തിലേക്കും. പിന്നെ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബിസ്ക്കറ്റിൻ്റെ ക്രീമൊക്കെ സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാറിലേക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിങ്ങനെ ഒന്നിച്ച് പൊടിയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് കൈവച്ച് പീസാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ മുഴുവനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. വിപ്പിംഗ് ക്രീമിന് പകരം പാൽ ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ കൈവച്ച് കുഴച്ചതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്ര അളവിലാണ് ക്രീം ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം തന്നെ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം എത്രത്തോളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് മധുരത്തിൻ്റെ ഒരു അളവ് കുറവുണ്ടാവുമല്ലോ. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അളവ് കൂടി പോവരുത്. വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതൊഴിച്ച് ചെയ്യുന്നതാണ് ടേസ്റ്റ്. വിപ്പിംഗ് ക്രീം ഇല്ലാതെ പാൽ ഒഴിച്ച് ചെയ്യുമ്പോഴാണ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞത്. അല്ലാതെ വിപ്പിംഗ് ക്രീം ചേർക്കുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ അറിയാം ഇതിൽ എത്രത്തോളം നനവ് വേണം എന്നുള്ളത്. നമ്മൾ ചപ്പാത്തി മാവൊക്കെ തയ്യാറാക്കുമ്പോഴുള്ള ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു അളവിൽ മതി. ഇത് കുഴച്ചെടുത്തപ്പോഴേ കുറച്ചും കൂടെ ക്രീം കുറവുണ്ട്. അപ്പോൾ ഇത്തിരി കൂടെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്. നമ്മൾ കയ്യിലെടുത്ത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു അളവിൽ. നമ്മൾ ബിസ്ക്കറ്റിൻ്റെ വൈറ്റ് പോർഷൻ ആ ക്രീം ഒന്ന് മാറ്റി വെച്ചിരുന്നല്ലോ, അതും കൈവച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറേ സമയമൊന്നും വേണ്ട, അതിലൊന്നും ചേർക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് എണ്ണ നെയ്യോ എന്തെങ്കിലും തടവി കൊടുക്കാം. നമ്മളിതിൽ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ തടവി കൊടുക്കുന്നത്. ഇനി ഇതുപോലത്തെ മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ മോൾഡ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ബിസ്ക്കറ്റിൻ്റെ കൂട്ട് കുറച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒരു ഓള് പോലെ ആക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. നമ്മൾ മിക്സ് ചെയ്തിരുന്ന ക്രീമിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അത് ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം. നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഈ കൂട്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ക്ലോസ് ആക്കിയതിന് ശേഷം പതുക്കെ ഇതിൽ നിന്നൊന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുത്തിട്ട് അങ്ങനെയും കഴിക്കാം. പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇതിനേക്കാൾ നല്ലത് ബിസ്ക്കറ്റ് കഴിക്കല്ലേ, ഇത്രയും റിസ്ക് എടുക്കണം. അങ്ങനെയല്ല, നമ്മളെല്ലാവരും മക്കൾക്കൊന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ താല്പര്യമുള്ളവരല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മക്കൾക്ക് എന്നല്ല നമ്മൾക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി തന്നെയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.